ശ്യാം, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ വെള്ളം ചേർക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിക്കില്ല. അങ്ങനെയൊക്കെയാണല്ലോ ഒരു പൊതു ബോധം എന്ന് പറയുന്നത്, അങ്ങനെയാണല്ലോ. പക്ഷേ നോക്കൂ, ഈ തന്ത്രിയുടെ അറസ്റ്റോടെ വിചാരണ കോടതിയുടെ ഈ ഉത്തരവ് വന്നതോടുകൂടി, അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ആ ഒരു ഉത്തരവ് വന്നതോടുകൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഒരു ടൂളാക്കി മാറ്റുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് വ്യക്തമായിരിക്കുകയല്ലേ? ശ്രീ അനിൽ നമ്പ്യാർ, അത് തന്നെയാണ് അതിനകത്തെ കാരണം ഇപ്പോൾ ആദ്യമായിട്ട് ഈ ശബരിമലയിലെ ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, അതായത് തന്നെ അറിയിച്ചിട്ടല്ല ഈ ശബരിമലയിൽ നിന്നുള്ള ഈ സ്വർണം മറ്റേ ചെന്നൈക്ക്, അതോടൊപ്പം തന്നെ ബാംഗ്ലൂർ, ചെന്നൈക്ക് കൊണ്ടുപോയിട്ടുള്ളൂ, തന്നെ അറിയിച്ചിട്ടല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ കേസിൻ്റെ ആരംഭം. അപ്പോൾ അവിടെ തൊട്ടിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു. അതാണ് ഇതിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന്, ഈ ഉദ്യോഗസ്ഥരാരാണ്? ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് മറ്റെവിടെ നിന്ന് വന്നിട്ടുള്ള കേരള പോലീസിൽ തന്നെ അംഗമായിട്ടുള്ള ആളുകളാണ്. നമുക്ക് ഈ പിണറായി വിജയൻ അറിയാവുന്നതല്ല, നമുക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അറിയാവുന്നതല്ല. എത്ര കേസുകൾ തേച്ചു മാറ്റി കളഞ്ഞിട്ടുള്ള ആളുകളാണ്, എത്ര കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിട്ടുള്ള ആളുകളാണ്, എത്ര പേരെ അനാവശ്യമായിട്ട് ജയിലിട്ടിട്ടുള്ള ആളുകളാണ്, എത്ര പേർക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്. ഇവർക്ക് ഈ പോലീസിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നൊന്നും നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല എന്നേ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പൊതു സ്വഭാവമാണ്. ഒരു സ്ഥലത്തിലെ ഒരു SIനെ നിയമിക്കണമെങ്കിൽ, ആ SIനെ നിയമിക്കണമെങ്കിൽ ലോക്കൽ ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഒക്കെ ഇടപെടുന്ന തരത്തിലുള്ള ഈ കേരളത്തിൽ അതിൻ്റെ അന്വേഷണ സംഘത്തെ സംസ്ഥാന സർക്കാർ സ്വാധീനിക്കില്ല എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് തൊണ്ടതൊടാതെ വിഴുങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റൂലെന്നേ. അപ്പോൾ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കേസിൻ്റെ ഇവിടെ വരെയുള്ള സ്റ്റാറ്റസിന് വന്ന് നിൽക്കുന്നത്. നോക്കൂ, ആദ്യം ഇതിൻ്റെ ഒരു നാൾവഴികൾ ഞാൻ എൻ്റെ കഴിഞ്ഞ ഹാഫിൽ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ നാൾവഴികളൊന്ന് ആലോചിച്ച് നോക്കി. തുടക്കത്തിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് ഏറ്റവും ആദ്യം കുറേ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. ഈ പത്മകുമാറിനെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നു, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ആരെയാണ് പിന്നെ അടുത്ത അറസ്റ്റ് വന്നിട്ടുള്ളത്? ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഒരാൾ ഈ പോറ്റിയുടെ വീട്ടിൽ പോകുന്നു, പോറ്റിയുടെ സഹോദരിയുടെ കുഞ്ഞിൻ്റെ പിറന്നാളിന് പോകുന്നു, നിരവധിയായിട്ടുള്ള തവണ പോറ്റിയോടൊപ്പം വന്ന് നിൽക്കുന്നു. ഇനി മറുവശത്ത് അടൂർ പ്രകാശിനെ പോലുള്ള ആളുകൾ പോറ്റിയുടെ കൂടെ, അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് അടൂർ പ്രകാശ് പറഞ്ഞെന്തറിയോ, ഈ പോറ്റി പറയുന്നു സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടി, നിങ്ങൾ എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന്. ഏത് കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള അടൂർ പ്രകാശിനോട് പോറ്റി പറയുന്നു എനിക്ക് സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് കാണാൻ വേണ്ടി പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഈ അടൂർ പ്രകാശ് പോറ്റിയുടെ കൂടെ സോണിയാഗാന്ധിനെ കാണാൻ വേണ്ടിയിട്ട് പോയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അന്വേഷണം എന്തായി? കടകംപള്ളിയുടെ കാര്യത്തിൽ അന്വേഷണം എന്തായി? അടൂർ പ്രകാശിൻ്റെ കാര്യത്തിലുള്ള അന്വേഷണം എന്തായി? ഇനി ഗോവർദ്ധൻ എന്ന് പറയുന്ന ഈ സ്വർണ്ണ കൊള്ളക്കാരൻ, അല്ലെങ്കിൽ വിഗ്രഹ കൊള്ളക്കാരൻ, അയാൾ എന്തിനാ ഈ കൂട്ടത്തിൽ പോയത്? ഇതിനകത്ത് ഈ അടൂർ പ്രകാശ് പറഞ്ഞിട്ടുള്ള ഒരു ന്യായം എന്ന് പറയുന്നത് അടൂർ പ്രകാശിൻ്റെ മണ്ഡലത്തിലായിരുന്നത് കൊണ്ട് ഈ പോറ്റിയുടെ കൂടെ പോയെന്നാണ്. അത് തന്നെ തെറ്റാണ് കേട്ടോ. അത് അവിടെ നിൽക്കട്ടെ. ഇനി കേരളത്തിൽ നിന്നുള്ള ഒരു MP എന്നുള്ള രീതിയിൽ പോറ്റിയുടെ കൂടെ സോണിയാഗാന്ധിനെ കാണാൻ വേണ്ടി പോയെന്ന് തന്നെ വെച്ചോ. ഈ ഗോവർദ്ധനെ കൂടെ കൊണ്ടുവന്നെന്തിനാണ്? അങ്ങനെയെങ്കിൽ കർണാടകത്തിലെ ഏതെങ്കിലും ഒരു MP പോയാൽ പോരെ. അപ്പോൾ ഇവർക്കൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഇടപാടുകളുണ്ട്. അതാണ് ഞങ്ങൾ BJP തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 30 വർഷക്കാലമായിട്ടുള്ള ശബരിമലയിലെ മറ്റു ക്ഷേത്രങ്ങളിലെയൊക്കെ സ്ഥാവര ജംഗമ വസ്തുക്കളെ കുറിച്ചുള്ള ഒരു ഓഡിറ്റിംഗ് നടത്തണം. കാരണം കോൺഗ്രസിന്റെ കാലഘട്ടത്തിലും LDFന്റെ കാലഘട്ടത്തിലും UDFന്റെ കാലഘട്ടത്തിലും ഒരുപോലെ അവിടെ നിന്ന് സ്വർണ്ണക്കൊള്ള ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് പോലും നമുക്കൊരു സംശയിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ശബരിമലയിലെ ഒന്നാം സമരക്കാലത്തും ഈ സമരക്കാലത്തും കോൺഗ്രസ് പാർട്ടി എവിടെയാണ് സമരം ചെയ്തിട്ടുള്ള? ആകപ്പാട് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തിയതിനപ്പുറത്തേക്ക് അവർ പ്രകടമായിട്ടൊരു സമരം പോലും ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ടായെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഒരു സ്വാധീനം SITനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കടകംപള്ളി ഇപ്പോൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു, ഒരു അറസ്റ്റ് ഉണ്ടായില്ല. അതായത് ബഹുമാനപ്പെട്ട കോടതി, ഹൈക്കോടതി തന്നെ ഒരു തവണ ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത്, അല്ലേ? വൻ സ്രാവുകൾ കുടുങ്ങുമോ, അല്ല വൻ സ്രാവുകളെ തൊടാൻ വേണ്ടിയിട്ട് പേടിയുണ്ടോ എന്ന് ഹൈക്കോടതി തന്നെ ചോദിച്ചതാണെന്നേ. അപ്പോൾ ആ ഹൈക്കോടതി ചോദിച്ചതാണ്, എന്നിട്ട് എന്തേ വൻസ്രാവുകളെ തൊട്ടോ? ഇല്ല. പത്മകുമാറിന് ശേഷമുള്ള അറസ്റ്റാരം ഉണ്ടായിട്ടുള്ളത്. ഈ പറയുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ എന്തായി? കോടതി എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നത്തെ റിപ്പോർട്ട് നമ്മൾ കണ്ടല്ലോ. ഇവർ പറഞ്ഞിട്ടുള്ള എല്ലാ വാദങ്ങളും അടങ്ങി അവിടെ പോയി. ഇവിടെ പറയുന്നത് ആ വാജിവാഹനത്തിൻ്റെ കാര്യം പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അനധികൃതമായിട്ട് സ്വത്ത് സംഭവിച്ചു. ഈ ലക്ഷങ്ങൾ ദക്ഷിണയായിട്ട് കിട്ടുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നേ. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ലാന്നേ.
ഇപ്പോൾ ഒരു വ്യക്തി അതിനകത്ത് ധാർമ്മികതയൊക്കെ ഒരു കാര്യം, പക്ഷെ നിയമപരമായിട്ട് നോക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് രൂപ ദക്ഷിണയായിട്ട് കിട്ടുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു തന്ത്രിക്ക് സ്വാഭാവികമായിട്ട് അത്രയധികം പണം ഉണ്ടാവാം. അതിനപ്പുറത്തേക്ക് ഇനി അല്ലെന്ന് തന്നെ വെച്ചു, ഇനി ഈ SITയുടെ വാദം അനുസരിച്ച്, അല്ല കമ്മ്യൂണിസ്റ്റുമായിട്ട് കേരളം ഭരിക്കുന്ന പാർട്ടി ഇവിടെ വാദം അനുസരിച്ചിട്ട് ഇനി ഇതൊരു കള്ളമുതലാണെന്ന് തന്നെ വെച്ചോ, തെളിവ് എവിടെയാ? ഈ ദിവസം 10-40 ദിവസം പിടിച്ചിട്ട് ജയിലിലിട്ടില്ലേ, തെളിവ് എവിടെയാ? ഒരു തെളിവുമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തന്നെ നിരീക്ഷണം അങ്ങനെയാണ്, ഒരു തെളിവില്ല അവരുടെ കയ്യിൽ. ഇത് ഇവർ പ്രചരിപ്പിച്ചത് എന്താണ്? ഇതിലൊന്നും ഒരു തെളിവും ഉണ്ടായിട്ടില്ല. അതാണ്. പിന്നെ അടുത്തതായിട്ട് ഈ കേസിന്റെ സ്റ്റാറ്റസ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. എന്നാണ് ഏകദേശം 5 കിലോഗ്രാമോളം വരുന്ന സ്വർണ്ണമാണ് ശബരിമലയിൽ ഈ മല്യ അവിടെ കൊടുത്തതെന്ന് പറയപ്പെടും 98-99 കാലഘട്ടങ്ങളിൽ. അതിന്റെ ബാക്കി സ്വർണ്ണത്തിന്റെ സ്റ്റാറ്റസ് എന്താ? നമ്മളിപ്പോഴും 1.5 കിലോ സ്വർണ്ണത്തിന്റെ കാര്യമാണ് ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ബാക്കി സ്വർണ്ണം എവിടെ പോയി? ഇനി ഈ സ്വർണം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന ഈ പറയുന്ന സ്വർണം, ആ സ്വർണം എവിടെ പോയി? ഇതുവരെ SIT കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. ആരാണ് മോഷ്ടിച്ചത്? ഇതുവരെ കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. എങ്ങനെയാണ് മോഷ്ടിച്ചത്? ഇതുവരെ കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. എങ്ങോട്ടാണ് പോയത്? ഇതുവരെ കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ശബരിമലയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ശബരിമല കൊള്ള നടത്തിയപ്പോൾ ആ കൊള്ളയെക്കുറിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്ന വട്ടപൂജ്യമാണ്. കുറേ പേരെ ജയിലിലെടുത്തിട്ടു, ആ ജയിലിൽ അടച്ചവരെല്ലാം പുറത്തേക്ക് വന്നു, എന്നതിനപ്പുറത്തേക്ക് ഒരു റിസൾട്ടുമില്ല. ഇതാണ് പറഞ്ഞത് അന്വേഷണ ഏജൻസിയെ സംസ്ഥാന സർക്കാർ സ്വാധീനിക്കുമെന്ന്. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഇനിയും ഈ കേസ് മുന്നോട്ട് പോയാൽ എന്താ സംഭവിക്കുക? കടകംപള്ളി അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ കേസുമായിട്ട് ഇനിയും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കടകംപള്ളി അറസ്റ്റ് ചെയ്യേണ്ടി വരും, ഈ പറയുന്ന അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് ഇവർ ഇരു കൂട്ടർക്കും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ SITനെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു കാര്യം കൂടി, ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോഴത്തേക്ക് അതിലും വലിയ കൊള്ള നടന്നിട്ടുണ്ട്. ആ ആഗോള അയ്യപ്പ സംഗമത്തിലെ വലിയ കൊള്ള നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് എന്താ പറഞ്ഞത്? ഒരു ടാസ്ക് ഫോഴ്സിനെ, ഒരു ടീമിനെ നിയമിക്കുന്നു. എന്തിന്? ഈ കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ടീമിനെ നിയോഗിക്കുന്നു. അതായത് ശബരിമല ഇവർ സ്വർണം കട്ടെടുത്തു. ഈ സർക്കാർ, കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കന്മാർ ദ്വാരപാലക ശില്പങ്ങളിൽ അടക്കമുള്ള സ്വർണം കട്ടെടുത്തു. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT. ഇനി അടുത്ത ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇവർ കൊള്ള നടത്തി, അതന്വേഷിക്കാൻ വേണ്ടി ഒരു ടീം. ഈ ടീം ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് എന്താ ഇതിനകത്ത് നടക്കുന്നത്? ഈ ടീമിനെ എല്ലാം ഇവർ സ്വാധീനിക്കുകയാണെന്ന് ഇവരുടെ ആളുകൾ തന്നെ ഇവർക്കെതിരെ അന്വേഷിച്ചിട്ട് ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പം ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിലാണെങ്കിലും ശബരിമലയിലെ സ്വർണം കട്ടതാണെങ്കിലും കേരളത്തിലെ നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങളിലാണെങ്കിലും ഈ നടക്കുന്നത് പകൽക്കൊള്ളയാണ്. ആ പകൽക്കൊള്ള നടക്കുമ്പോൾ ആ അന്വേഷിച്ചിട്ട് അതിലെ കുറ്റക്കാരെ കണ്ടെത്തേണ്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം യാതൊന്നും ചെയ്തിട്ടില്ല. എന്താ ഉത്തരം ഇവർക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി പറ്റാതെ പോയത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വെച്ചാൽ എന്തുകൊണ്ട് ഇടക്കാലം കുറ്റപത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത എന്താണ്? ആ കൊടുക്കാൻ വേണ്ടിയിട്ട് പോലും ഇവരെ കൊണ്ട് തയ്യാറായിട്ടില്ല. വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു. ഈ SITയും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു. നമ്മൾ വളരെ ആവേശത്തോടെ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. 130 ദിവസങ്ങളായിട്ട് നമ്മൾ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഈ കാര്യം. പക്ഷേ ഇതിന് തുടക്കം എവിടെയാണ്? ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണം കാണാതായി. ഇപ്പോഴീ 131 ദിവസത്തിന് ശേഷം എന്താണ്? ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞ സ്വർണം കാണാനില്ല. അതിനപ്പുറത്തേക്ക് 130 ദിവസത്തിനകത്ത് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ SITയുടെ അന്വേഷണത്തിൽ യാതൊരു ഇമ്പ്രൂവ്മെന്റും ഉണ്ടായിട്ടില്ല, യാതൊരു വികാസവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ SITയെ ആരെ സ്വാധീനിച്ചു? ആ സ്വാധീനിച്ച ആരെന്ന് നോക്കുമ്പോൾ, നിലവിലെ കുറ്റവാളികളെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ നോക്കുമ്പോൾ, ഇനി അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളവരെ നോക്കുമ്പോൾ അത് ഇടതുപക്ഷത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞാൽ സർക്കാരാണ്. ഇനി സർക്കാരിന്റെ തലയിലോട്ട് പോകേണ്ടി വരും. സർക്കാരിന് കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. കടകംപള്ളിക്ക് ജയിലിൽ പോകേണ്ടി വരും. അതിന് താല്പര്യമില്ല. അതുകൊണ്ട് SIT അതിൽ മികച്ച ഉദ്യോഗസ്ഥരുണ്ടാകും കേട്ടോ. എനിക്ക് അവരെ കുറിച്ചിട്ട് വേറെ അഭിപ്രായമൊന്നുമില്ല. മികച്ച ഉദ്യോഗസ്ഥരുണ്ടാകും. പക്ഷേ ഈ കേസിൽ അവർ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്, കൃത്യമായിട്ട് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ, കേരളത്തിലെ ഭക്തരുടെ നഷ്ടം എന്ന് പറയുന്നത് ശബരിമലയിലും കയറി എന്തും കൊള്ള ചെയ്തുകൊണ്ട് പോകാം എന്നുള്ള ദുരവസ്ഥ. ശബരിമലയിലും കയറി എന്തും കൊള്ള ചെയ്തുകൊണ്ട് പോകാം, അതിൻ്റെ കുറ്റവാളികളെ പിടിക്കാൻ പോലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയോ തയ്യാറാവില്ല എന്നുള്ള യാഥാർത്ഥ്യം വേദനയോടെ കേരളത്തിലെ ഭക്തജനങ്ങൾക്ക്, ഹിന്ദു സമൂഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ് ഇതിൻ്റെ നെറ്റ് റിസൾട്ട്. അതിനപ്പുറത്തേക്ക് കൊള്ളക്കാരെ, കുറ്റക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് യാതൊരു മൂവ്മെൻറ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യമാണ്. അത് നമുക്കിവിടെ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കുകയുമില്ല. ഓക്കെ.